ഈ ഇലക്ഷനെ നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ എന്ന് വിശേഷിപ്പിച്ചാൽ പോലും ഇപ്പോൾ അധികാരമേൽക്കുന്ന സർക്കാരിന് അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുള്ള അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് സർക്കാരായി മുന്നോട്ട് പോകണമെങ്കിൽ അവാമി ലീഗിന് കൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നൽകിയേ പറ്റൂ. ഇപ്പോൾ BNPക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ അവാമി ലീഗിനോട് എന്തെങ്കിലും ആശയപരമോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. ഒന്ന് അവാമി ലീഗ് എന്ന പാർട്ടിയേക്കാൾ ഉപരി ഹസീന എന്ന വ്യക്തിയുമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബന്ധം. ഹസീന എന്ന വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ഊഷ്മളമാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല അവിടെ വരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം വന്നാലും ജമാഅത്തെ ഇസ്ലാമി വന്നാലും ഇന്ത്യ അവരെ അല്ല ആഗ്രഹിക്കുന്നത്. BNP വരുമ്പോഴും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കാരണം BNPയുടെ ഇന്ത്യ വിരുദ്ധ നിലപാട് മുമ്പേ കുപ്രസിദ്ധമാണ്. BNP പക്ഷേ ഈ താരിഖ് റഹ്മാൻ ആകട്ടെ ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ ടോൺ കുറച്ച് മൈൽഡാക്കിയിട്ടുണ്ടായിരുന്നു. അത് ജയിക്കാൻ പോകുന്നതിനുള്ള സാധ്യതയുള്ളതുകൊണ്ടും ഭരിക്കേണ്ടി വന്നാൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ടോൺ ഡൗൺ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി അതിനോട് അവരുടെ പാസ്റ്റിനെ കുറിച്ച്, അവരുടെ വയലൻസിനെ കുറിച്ച്, അവരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചൊക്കെ വിമർശനം നൽകി തന്നെ അവരില്ലാതെ നടന്നൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂസീവായിട്ട് അല്ലെങ്കിൽ ബംഗ്ലാ ജനതയുടെ മുഴുവൻ വിൽ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയും. പക്ഷേ 60% ഉണ്ട്. അപ്പോൾ പോലും ഈ 60-80% പോളിംഗ് ഉണ്ടാവട്ടെ, 100% പോളിംഗ് ഉണ്ടാവട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിയിട്ട്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെ മാറ്റി നിർത്തിയിട്ടാണെന്ന് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ വികാരം പ്രതിഫലിച്ച് തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി എന്താണ് നടക്കേണ്ടത്? ഇനി നടക്കേണ്ടത് ഈ പറയുന്ന ഹസീന വാജിദിൻ്റെ ട്രയൽ നടക്കണം. അവർ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് അവർ തന്നെ സ്ഥാപിച്ച കോടതി കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. മറ്റൊന്ന്, ഇവരുടെ ഈ രാഷ്ട്രീയപാർട്ടിയുടെ ബാൻ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു നാഷണൽ കൺസേൺസിൻ്റെ ഭാഗം കൂടിയാണല്ലോ. ഒരു പുതിയ ഒരു അട്ടിമറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ജനകീയ വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് ജനാധിപത്യ സർക്കാർ. ആ സർക്കാർ ആദ്യം ചെയ്യേണ്ടതാണ് ഒരു എന്താണ് പറയുക, കൺസേൺസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഈ അവാമി ലീഗിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തകരുണ്ടല്ലോ, അവരും വോട്ടർമാരാണല്ലോ, അവരും പൗരന്മാരാണല്ലോ ബംഗ്ലാദേശിലെ. അവർക്കൊരു തരത്തിലും പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത, അവരുടെ പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനുള്ള അവാമി ലീഗ് പ്രവർത്തകരുടെ മനോഭാവം എന്തായിരിക്കും? അതുകൂടി പരിഗണിക്കേണ്ടതല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷനെ നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ എന്ന് വിശേഷിപ്പിച്ചാൽ പോലും ഇപ്പോൾ അധികാരമേൽക്കുന്ന സർക്കാരിന് അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുള്ള അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് സർക്കാരായി മുന്നോട്ട് പോകണമെങ്കിൽ അവാമി ലീഗിന് കൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നൽകിയേ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ മറ്റ് ജിയോ പൊളിറ്റിക്സ്, മറ്റ് കാര്യങ്ങൾ, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതൊക്കെ രണ്ടാമത്തെ കാര്യം തന്നെയാണ്. കാരണം ഈ അവാമി ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു നിരോധിക്കപ്പെടേണ്ട ഒരു ഭീകര സംഘടനയൊന്നുമല്ല, അത് രാഷ്ട്രീയ പാർട്ടിയാണ്.